കിഴക്കുനിന്നു വന്ന വിദ്വാൻമാരിൽ നിന്ന് നമുക്ക് ഒരു പാഠം കൂടി പഠിക്കാനുണ്ട്. അന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിനു വേണ്ടിയല്ല അവർ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണുവാൻ ഇറങ്ങി പുറപ്പെട്ടത്. അവർക്ക് യഹൂദന്മാരുടെ രാജാവിൽ നിന്ന് ഒന്നും ലഭിച്ചില്ല. മറിച്ച് അവർ തങ്ങളുടെ പക്കലുള്ള വിലയേറിയ പൊന്നും മൂരും കുന്തിരിക്കവും യേശുവിന് കാഴ്ചയായി അർപ്പിച്ചു. അവർ തിരിച്ചുപോയി ശിശു ഇരിക്കുന്ന സ്ഥലം രാജാവിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ ലഭിച്ചിരിക്കും. എന്നാൽ അവർ അതിനും തയ്യാറായില്ല. അതെ, ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ആവശ്യങ്ങളുമില്ലാതെ ദൈവത്തെ ദർശിക്കണം എന്ന ലക്ഷ്യത്തോടെ ആത്മീയ യാത്ര ആരംഭിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം ധന്യമായി തീരുന്നത്. ഇനി ആ കൃപയ്ക്ക് വേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു.